തീവ്ര മഴ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെയൊന്നും രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. കാരണം രാത്രി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മഴ ഭീകരമാവുകയും വീടിന് ചുറ്റും വെള്ളം നിറയുകയും ചെയ്തപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനുള്ള കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം ഇടപെട്ടു, അറ്റൻഡ് ചെയ്തു. പരമാവധി ആളുകളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ, നമ്മുടെ മൂഴിയാർ ഡാം 190 രാവിലെ തന്നെ. അപ്പോൾ 192 അതിൻ്റെ FRL. അപ്പോൾ അത് വീണ്ടും തുറക്കേണ്ടി വന്നു. അപ്പോൾ 30 സെൻറ്റിമീറ്റർ തുറക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ഈ 30 സെൻറ്റിമീറ്റർ ഒരേപോലെ നദിയിലേക്ക് വന്നാൽ നദിയുടെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഉന്നത തലത്തിലൊരു കൂടിയാലോചന നടത്തി 15 സെൻറ്റിമീറ്റർ ആദ്യം തുറന്നു വിടുക. അപ്പം അത് ഒരു കൺട്രോൾ റിലീസാണ്, ഒരു കുഷൻ എഫക്റ്റ് കിട്ടും. അതിനുശേഷം രണ്ടാമത് 15 സെൻറ്റിമീറ്റർ ആക്കി 30 സെൻറ്റിമീറ്റർ ഒറ്റയടിക്ക് തുറന്നു വിടുന്നത് ഒഴിവാക്കാൻ ഒരു ഉന്നത തലത്തിലൊരു തീരുമാനം ഉണ്ടായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 15 സെൻറ്റിമീറ്റർ തുറന്നു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്കിലും നമ്മളിപ്പോൾ ജാഗ്രതയ്ക്ക് കുറവില്ല. കാരണം രാവിലെ പെയ്ത മഴ, ഡാമിലെ വെള്ളം തുറന്നു വിട്ടത് താഴേക്ക് വരാൻ ഒരു 3.5-4 മണിക്കൂർ സമയം എടുക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ജാഗ്രത നമുക്ക് ആറന്മുളയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രയാസമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പിലുള്ളതും തിരുവല്ലയിലാണ്. അപ്പോൾ തിരുവല്ലയിൽ ആളുകളെ വീട്ടിൽ നിന്നും മാറ്റാൻ ടോറസ് വണ്ടികൾ വേണമെന്നൊരു ആവശ്യം രാവിലെ അവിടുത്തെ MLA പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ടോറസ് വാഹനങ്ങൾ അവിടേക്ക് കൊടുത്തു. NDRFൻ്റെ കൂടുതൽ സംഘം, ഇപ്പോൾ 30 അംഗ ടീം ആറന്മുളയ്ക്ക് പോയിട്ടുണ്ട്. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ കൊല്ലത്ത് നിന്ന് ആറന്മുളയിലേക്ക് യാത്ര തിരിച്ച് അവരധികം സമയം വൈകാതെ ഇവിടെ എത്തും. ഇതെല്ലാം ഇന്നലെ രാത്രിയിൽ കണ്ട അസാധാരണമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള മുന്നൊരുക്കങ്ങളാണ്. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ ഇപ്പോൾ കൊല്ലത്ത് നിന്നും വാടി കടപ്പുറത്ത് നിന്നും ആറന്മുളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ ഈ തൊട്ടടുത്തുള്ള നമ്മുടെ ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ അവരെ എല്ലാം യഥാസമയം നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാവുന്ന രൂപത്തിൽ അവിടെ സജ്ജരാക്കി നിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുവരെ കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. നമ്മളെങ്കിലും നമ്മുടെ ജാഗ്രതയ്ക്ക് ഒരു കുറവുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കൂടിയാലോചനയോടെ നടക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തന്നെ വന്ന് നിങ്ങളോട് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കും. ജില്ലയിലെ സാഹചര്യങ്ങൾ ഇതുവരെ നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ അല്പം പോലും ഗൗരവം കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം ഇങ്ങനെ തന്നെ നിർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഉള്ളത്. നമ്മളിതിന് ശേഷം റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗം റാന്നിയിൽ ചേരുന്നതായിരിക്കും. അപ്പം അദ്ദേഹം എത്തിയതിന് ശേഷം